വിഷ്ണു ക്രിയേഷൻ ഏറ്റവും പുതിയ പെൻഷൻ അറിവുകൾക്ക് സ്വാഗതം. 2025 ആദ്യ കടമെടുപ്പിന് സർക്കാർ ഒരുങ്ങുകയാണ്. നാളെ മുംബൈ പോസ്റ്റ് ഓഫീസിൽ ലേലംവിളി നടക്കും. കടപ്പത്രം 2500 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ഈ കടമെടുപ്പ് ബജറ്റ് ആരംഭിക്കാനിരിക്കുമ്പോഴാണെന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. സംസ്ഥാനത്തിൻ്റെ വികസിത കാര്യങ്ങൾക്ക് 2025-26 കാലഘട്ടത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ധനപാലൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ വർഷത്തെ ബജറ്റ് എന്താവും എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണം. പുതിയ ഒരു കാര്യം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക ഞെരുക്കത്തിലാണ് സർക്കാർ. ധനവകുപ്പിനോട് കൂടുതൽ ആനുകൂല്യങ്ങൾ ചോദിക്കുന്ന കുടുംബശ്രീക്ക് പോലും ഫണ്ടില്ലാന്ന മറുപടിയാണ് ധനവകുപ്പ് നൽകിയിട്ടുള്ളത്. 2500 നാളെ കടമെടുക്കുക. നിയമസഭ സംഘടിപ്പിക്കുന്നതിന് ലക്ഷങ്ങൾ ചെലവ് വരും. നിയമസഭയ്ക്ക് മുമ്പ് അത്യാവശ്യം കടം തീർക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിൽ ക്ഷേമ പെൻഷൻകാരുടെ കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമാപത്യം ഉൾപ്പെടും. മാർച്ച് 31 വരെ എടുക്കാൻ അനുമതിയുള്ള 5510 കോടി ഇന്നാണ് 2500 കോടി രൂപ കടമെടുക്കുന്നത്. സാഹചര്യത്തിൽ ഇനി ഏപ്രിൽ വരെ 3010 കോടി രൂപയാണ് കടമെടുക്കാൻ സാധിക്കുന്നത്. 17 കോടി കേരളം ചോദിച്ചെങ്കിൽ അനുവദിച്ചില്ല കേന്ദ്രം. നിലവിൽ 6400 രൂപ വരെ ഓരോ ക്ഷേമ പെൻഷൻകാർക്കും ലഭിക്കാനുണ്ട്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ലഭിക്കാനുണ്ട്. രാഷ്ട്രീയം പൂർത്തിയാക്കി എല്ലാവർക്കും ജനുവിനകത്തെ പെൻഷൻ എത്തിച്ചേരും. എല്ലാ ക്ഷേമ അറിവുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും. എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും നിങ്ങളുടെ കൂടെ വിഷ്ണു ക്രിയേഷൻ എന്നീ ചാനൽ കാണും.